അയ്യപ്പ ഭക്ത സംഗമത്തെ വിമർശിച്ച് പന്തളം കൊട്ടാരം. സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പ ഭക്തർക്ക് എന്തു ഗുണമെന്നും കൊട്ടാരം. 2018 കേസുകൾ എത്രയും വേഗം പിൻവലിക്കണമെന്നും ഇനി ഒരിക്കലും 2018 ആവർത്തിക്കില്ലെന്ന ഉറപ്പ് ഭക്തർക്ക് നൽകണമെന്നും കൊട്ടാരം ആവശ്യപ്പെട്ടു. വിശ്വാസങ്ങൾക്ക് കോട്ടം വരാതെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ സംഗമത്തിൻ്റെ ഉദ്ദേശം സാധൂകരിക്കുമെന്നും പന്തളം കൊട്ടാരം വ്യക്തമാക്കി. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, സർക്കാർ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെ വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധമുയർത്തിക്കഴിഞ്ഞു. കാരണം ഇത് ആത്മാർത്ഥതയോടെയുള്ള ഒരു സംഗമമല്ല എന്നുള്ള തരത്തിലാണ് വിമർശനം ഇപ്പോൾ ശക്തമായി വരുന്നത്. ഇപ്പോൾ ശബരിമല ക്ഷേത്രവുമായി ഏറ്റവും അധികം ബന്ധമുള്ള പന്തളം കൊട്ടാരവും ഈ സംഗമത്തിൽ വിശ്വാസക്കുറവ് രേഖപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ അരുൺ കൊടുങ്ങൂർ? തീർച്ചയായും ഒരു തരത്തിലും അർത്ഥശങ്കയ്ക്ക് ഇടവരുത്താതെ കൃത്യമായി തന്നെ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ് തന്നെയാണ് പന്തളം കൊട്ടാരം അല്പസമയങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയത്. അതായത് ആഗോള അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് സാധാരണക്കാരായ ഭക്തർക്ക് എന്തു ഗുണമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വാർത്താക്കുറിപ്പ് ആരംഭിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നുള്ള ഒരു കാര്യം കൂടി ഈ പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം എന്താണ് ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴും അതിനെ കൃത്യമായി ഉത്തരം നൽകാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത് പോലെ ഈ പന്തളം കൊട്ടാരം കൂടി കൃത്യമായി തന്നെ സർക്കാരിനോട് പറയുന്നു, 2018 ശബരിമലയുടെ പവിത്രമായ ആചാരം സംരക്ഷിക്കാനായി തെരുവിലിറങ്ങി നാമം ജപിച്ച ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ എന്തുകൊണ്ട് ഇതുവരെ പിൻവലിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അന്ന് തന്നെ ഭക്തർക്ക് വേണ്ടി പന്തളം കൊട്ടാരം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇപ്പോൾ അത് കൃത്യമായി തന്നെ ആഗോള അയ്യപ്പ ഭക്ത സംഗമവുമായി ഭക്തിപൂർവ്വം സർക്കാരും ദേവസ്വം ബോർഡും മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി ഈ പന്തളം കൊട്ടാരം സർക്കാരിനോട് ചോദിക്കുന്നു. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു സത്യാമൂലമുണ്ട്. അത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായ ഒരു സത്യാമൂലമാണ്. അത് എന്തുകൊണ്ട് തിരുത്തുന്നില്ല? എത്രയും വേഗം തിരുത്താനുള്ള നടപടി സ്വീകരിക്കണം എന്നുകൂടി പന്തളം കൊട്ടാരം പറഞ്ഞു വെക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2018 എന്നത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചോളം ഒരിക്കലും ആഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വർഷമല്ല. അതോടൊപ്പം തന്നെ 2019 തുടക്കത്തിലും, കാരണം അത്രയേറെ വേദന അനുഭവിച്ചിരുന്നു. സ്വന്തം ആചാരങ്ങൾക്ക് മേൽ, സ്വന്തം വിശ്വാസങ്ങൾക്ക് മേൽ സ്വന്തം വലിയൊരു കടന്നുകയറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഭക്തരെ വേട്ടയാടിയ ഒരു വർഷം കൂടിയായിരുന്നു. ഈ സമയം മുതൽ ഉണ്ടായ ആശങ്കകൾ, അതോടൊപ്പം തന്നെ ഭക്തർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, ഇനി അത്തരം ഒരു സംഭവം മേലാൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് കൂടി നൽകണമെന്ന് പന്തളം കൊട്ടാരം ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട ആവശ്യമായി വെക്കുന്നത്, ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ ഇതിന് പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ എല്ലാവരുമായി കൂടി ആലോചിച്ച് ശബരിമലയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആവശ്യമാണ് പന്തളം കൊട്ടാരം എന്തായാലും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു കൃത്യമായ ഒരു നിലപാട്, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ദൃഢമായ ഒരു നിലപാട് തന്നെയാണ് പന്തളം കൊട്ടാരം കൂടി എടുത്തിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും ഏറ്റവും ദൃഢമായ നിലപാട് തന്നെയാണ് പന്തളം കൊട്ടാരം അയ്യപ്പ ഭക്ത സംഗമത്തെ പറ്റി എടുത്തിട്ടുള്ളത്. സാധാരണ അയ്യപ്പ ഭക്തർക്ക് ഈ അയ്യപ്പ ഭക്ത സംഗമം കൊണ്ട് എന്തു ഗുണമാണ് ഉള്ളത്? നിലവിലുള്ള നിലപാട് തിരുത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാകണം തുടങ്ങിയ ആവശ്യങ്ങളും പന്തളം കൊട്ടാരം മുന്നോട്ട് വെക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ കൊടുങ്ങൂർ.